നമ്മൾ ഈ 8 മണിയിൽ തന്നെ പലതവണ ഇതുപോലെ വിവരക്കേടുകൾ പറയുന്ന മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ ചർച്ചയ്ക്ക് ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നറിയില്ല, മുൻപത്തേക്കാളും ഇടവേളകൾ കുറയുന്നു, അത്തരം സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു. അത് നമുക്ക് വീണ്ടും ചർച്ചയാക്കേണ്ടി വരുന്നു. ഇന്നിവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം എന്ന് നമുക്ക് പറയാം. അത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച് സ്വന്തം മക്കളെ ഒരു തീരത്തടിപ്പിച്ച് അതിനുശേഷം യാത്ര പോയ ഒരു സ്ത്രീ പുറത്തിറങ്ങാനാകാതെ, അവർ തന്നെ പറയുന്നതനുസരിച്ച് മരണ വീട്ടിൽ പോലും പോകാനാകാതെ ദുഃഖിക്കുകയാണ്. അവരെ ആ നിലയിൽ എത്തിച്ചിരിക്കുന്നത് വെറും വിവരക്കേട്, ഒരു ഉളുപ്പുമില്ലാതെ മൈക്കിലൂടെ ആളുകൾക്ക് മുന്നിൽ പറയാൻ ഒരു നാണവും തോന്നാത്ത ഒരു മനുഷ്യനാണ് എന്നോർക്കണം. ഇന്ന് നമ്മുടെ ചർച്ചയിൽ അതിനെ അനുകൂലിച്ച് സംസാരിക്കാൻ ആ വിഭാഗത്തിൽ നിന്ന്, AP വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ സാധാരണ ഉണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങളെയൊക്കെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിനെ ആർക്കും അങ്ങനെ തുറന്നനുകൂലിച്ച് രംഗത്ത് വരാൻ കഴിയില്ല എന്നത് അവർ ഉൾക്കൊള്ളുന്നു എന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? എന്തുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ ഒരു മടിയുമില്ലാതെ വീണ്ടും വീണ്ടും പറയാൻ മതപണ്ഡിതരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് ഇങ്ങനെ കഴിയുന്നത്? ഈ ചർച്ച തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ നഫീസ് ഉമ്മയും ആ ഉമ്മയുടെ മക്കളെയും ചേർത്ത് പിടിക്കുകയും അഭിനന്ദിക്കുകയും ഹൃദയത്തിൽ തട്ടി അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇത് കേട്ട് ഭയന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരം, അതായത് ഭയമോ അല്ലെങ്കിൽ പേടിയോ, മതത്തെ പേടിച്ചോ അകത്തിരിക്കുകയല്ല വേണ്ടത്. ഇനിയും വളരെ പെട്ടെന്ന് തന്നെ അടുത്തൊരു യാത്രയ്ക്ക് തയ്യാറാവുകയും അത് സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് കാണിക്കുകയും ചെയ്യാൻ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. അവതാരിക ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ തുടരെ വരേണ്ടി വരുന്നതെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം മതപണ്ഡിതന്മാർ, ഇവരെയൊക്കെ മതപണ്ഡിതന്മാർ എന്ന് വിളിക്കാമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. മതപണ്ഡിതൻ എന്ന വാക്കിന്റെ അർത്ഥം ആ മതത്തെക്കുറിച്ച് വളരെ കാര്യമായി പഠിക്കുകയും അറിയുകയും ആ മതത്തിന്റെ പ്രയോഗത്തെക്കുറിച്ച് ഓരോ മതവും കാലത്തിനനുസരിച്ച് അത് നവീകരിക്കപ്പെടേണ്ടതുണ്ട്, അതിന്റെ വ്യാഖ്യാനങ്ങൾ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം നവീകരിക്കപ്പെടാത്ത മനസ്സുമായി കഴിയുന്ന ഇവരെ പണ്ഡിതൻ എന്ന് വിളിക്കാവുന്ന തന്നെ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഈ അടുത്ത കാലത്തായി മുമ്പ് പള്ളികളിൽ നടത്തിയിരുന്ന വയല് എന്ന മതപ്രസംഗങ്ങളിൽ പറഞ്ഞിരുന്നതിനേക്കാൾ എത്രയോ ഭീകരമായിട്ട് അന്ന് അത് ആ ഒരു സദസ്സ് മാത്രമേ കേൾക്കുകയുള്ളൂ. ഇനി എന്ത് വിവരക്കേട് വിളിച്ചു പറഞ്ഞാലും, എന്ത് മതവിരുദ്ധത വിളിച്ചു പറഞ്ഞാലും, സ്ത്രീവിരുദ്ധത വിളിച്ചു പറഞ്ഞാലും ഒക്കെ അത് അവര് മാത്രമേ കേൾക്കുമായിരുന്നു. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉള്ളത് തന്നെ ഇത് ലോകം മുഴുവൻ എത്തുകയാണ്. എത്രമാത്രം എനിക്ക് തോന്നുന്നു ഈ മതം എത്രമാത്രം അവഹേളിക്കപ്പെടുകയാണ് ഇതിലൂടെ എന്ന് ഈ പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്, അല്ലെങ്കിൽ ഇവരെ തിരുത്താൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ആ സദസ്സിൽ നിന്ന് തന്നെ ഒരു ചോദ്യം ഉയരേണ്ടിയിരുന്നു. അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, അതായത് വിധവ വെള്ള വസ്ത്രം ധരിച്ച് മറ്റ് ഒന്നിലും പങ്കെടുക്കാതെ ഒതുങ്ങി കഴിയണം, അല്ലെങ്കിൽ ശിഷ്ടകാലം ഭർത്താവിനെ ഓർത്ത് അല്ലെങ്കിൽ കഴിയണം എന്നൊക്കെ ഇസ്ലാം മതം അങ്ങനെ പോലും പറയുന്ന ഒരു മതമല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിടത്തോളം. ഒരു സ്ത്രീക്ക്, ഒരു വിധവയ്ക്ക് വിവാഹം അനുവദിക്കുന്നതില് വളരെ മുമ്പേ തന്നെ അങ്ങനെ അനുവദിച്ച്, അതായത് വിവാഹം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സന്തോഷങ്ങളും ഒക്കെ തുടങ്ങുക. അങ്ങനത്തെ ഒരു മതപണ്ഡിതൻ ഈ മനുവാദം എന്ന് പറയുന്നത് അവർക്ക് സന്തോഷം, ഒരു മനുഷ്യന്റെ സന്തോഷം കെടുത്താൻ ഈ പറയുന്ന ആർക്കാണ് അധികാരമുള്ളത്? ഒരു സ്ത്രീ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ കഷ്ടപ്പെട്ട അതിനുശേഷം അത് മനസ്സിലാക്കുമ്പോൾ അവരെത്രത്തോളം അവരുടെ 3 മക്കൾക്ക് വേണ്ടി ജീവിച്ച് ഒരു ഘട്ടത്തിൽ ആ മക്കളെ കൂടെ പോവുകയും ആ സന്തോഷം, എന്തുകൊണ്ടാണ് സന്തോഷം പ്രകടിപ്പിക്കാനോ സന്തോഷിക്കാനോ പാടില്ല എന്ന് തോന്നുന്ന തരത്തിൽ ഈ പണ്ഡിത വർഗം, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരാളത് പറഞ്ഞപ്പോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത് തിരുത്തേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയായിരുന്നു വേണ്ടത്. തീർച്ചയായിട്ടും ആ പണ്ഡിതനെ കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാപ്പ് പറയിക്കാൻ കഴിയണം. മതവിശ്വാസികൾക്ക് ആ സ്ത്രീയോട് മാപ്പ് പറഞ്ഞു. കാരണം അവർ ഇന്ന് അനുഭവിക്കുന്ന സംഘർഷം, അവര് ഒരു സമയത്ത് എത്രയോ സംഘർഷം അനുഭവിച്ച ഒരു സ്ത്രീയാണ്. അവരുടെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് അവരെ പൊതു സമൂഹത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത്. അത്
കേട്ടിരുന്ന, എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇത് തന്നെയാണ്, ഇത്തരം മതപണ്ഡിതന്മാരെ തിരുത്താൻ മതത്തിനകത്തു നിന്ന് തന്നെ ശക്തികൾ ഉണ്ടാവേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് ഈ വ്യാഖ്യാനങ്ങൾ, എല്ലാ മതവും ആണധികാര മതങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഓരോ സ്ത്രീയുടെ സന്തോഷം, സ്ത്രീകൾ ആഹ്ലാദിക്കുന്നത്, സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്, സ്ത്രീകൾ കായിക വ്യായാമത്തിൽ ഏർപ്പെടുന്നത്, സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്, ഇതിനെയൊക്കെ നോക്കിയിരുന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു വിഭാഗം, ഞാൻ ഇസ്ലാം മതത്തിലെ എല്ലാ പണ്ഡിതന്മാരെയും പറയുന്നില്ല, വലിയൊരു വിഭാഗം ഒരു ആധുനിക കാലത്ത്, കാരണം സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നതും സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുന്നതും സഹിക്കാൻ കഴിയാതെ തങ്ങളുടെ അടിമകളായി സ്ത്രീകൾ ഇരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് വീണ്ടും ഇത്തരം ഓരോ ഫത്വകളുമായിട്ട്, അല്ലെങ്കിൽ ഓരോ തരത്തിൽ, ഇതിപ്പോ ചിലരൊക്കെ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്ന വീഡിയോകളും ഉണ്ട്. അതാണ് ഏറ്റവും വളരെ സങ്കടം തോന്നുന്നത്. അതിനെ ന്യായീകരിക്കാൻ ഇത്രയൊക്കെ ആയിട്ടും തയ്യാറാകുന്ന ഒരു സമൂഹം കേരളത്തിൽ ഇത്തരം കുറെ ആളുകളുണ്ട് എന്നുള്ളത് വളരെ ലജ്ജാകരമാണ്. ഞാൻ ചില മതപണ്ഡിതന്മാർ, മതം പഠിക്കാൻ പോകുന്നവരെന്ന് പറയുന്ന ചില ആൾക്കാരെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചു നോക്കി. പലരും വിദ്യാഭ്യാസമായി വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളവര്, അല്ലെങ്കിൽ സാമൂഹ്യ ബോധമില്ലായ്മ, ഇതൊക്കെയുള്ള കുറെ ആളുകൾ മതപണ്ഡിതന്മാർ. ഓഡിയോയിൽ എന്തോ പ്രശ്നം വരുന്നുണ്ട് സുൽഫത്ത്, പറയുന്നത് വ്യക്തമാകുന്നില്ല. ക്ലിയർ ആകുന്നില്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണ്. അതായത് ഈ പണ്ഡിത വർഗത്തിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന മതം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാസിസത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ്. ഇത്തരം ഈ പണ്ഡിതന്മാർ പറയുന്ന സാമൂഹ്യ വിരുദ്ധത, ജനാധിപത്യ വിരുദ്ധത, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് വേണ്ടി ഇവർ പറയുന്നതൊക്കെ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് മുസ്ലിം സമൂഹം ആലോചിക്കേണ്ടതുണ്ട്. ഇത് ഗുണം ചെയ്യുക ഈ പറയുന്ന ഇസ്ലാമോഫോബിയ വളർത്തുന്നവർക്കും ഇസ്ലാമിനെതിരായ ചിന്തകളും കൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിനെ എന്താ പറയാ, ഇന്ത്യയിൽ ഇസ്ലാമിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കുമാണ് ഗുണം ചെയ്യുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പണ്ഡിതന്മാരെ തിരുത്താൻ മത നേതൃത്വം തയ്യാറാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ നവീകരിക്കപ്പെടാത്തത് എന്തും നശിച്ചു പോകും എന്നുള്ളത്. നവീകരിക്കപ്പെടാത്തതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നവീകരിക്കപ്പെട്ടു എന്നുള്ളതിന് തെളിവാണ്. സ്ത്രീകൾ ഈ രീതിയിൽ യാത്ര പോകുന്നു, അതിന്റെ വീഡിയോ ഇടുന്നു, അതിലെന്താണ് അസ്വസ്ഥത എന്ന് മനസ്സിലാകുന്നില്ല. ആ സ്ത്രീ വളരെ നോക്കിയാൽ ഒരു ഇസ്ലാമിക വേഷത്തിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ അതിനെ ആ രീതിയിൽ പറയുന്നതല്ല. അത് കണ്ട് അസ്വസ്ഥരാകുന്ന ഇത്തരം പണ്ഡിതന്മാർ ഇവരെങ്ങനെയാണ് ഈ മതത്തെ മുന്നോട്ട് നയിക്കുക? ഈ മതത്തിന്റെ നാശം ഒരുപക്ഷെ ഇവരിലൂടെയൊക്കെ തന്നെയായി. ശരി, ഞാൻ